പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും രബിൻ ടാരോറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസ് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിൽ ചിന്തിക്കുക. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സന്തോഷത്തോടെ ഇടപഴകിയിരുന്ന സമയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. പറ്റുവാണെങ്കിൽ 2 ദീർഘനിശ്വാസമൊക്കെ ആഴത്തിൽ തന്നെ എടുത്ത് അങ്ങോട്ട് റിലീസ് ചെയ്യുക. പോസിറ്റീവായിട്ടിരിക്കുക. കാർഡ് ഏതൊരു തരത്തിൽ വന്നാലും അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുമെന്ന് വിചാരിക്കുക. അതേ രീതിയിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ റീഡിംഗ് തരുന്നത് ഡയറക്റ്റ് തന്നെയായിരിക്കും, പക്ഷേ അതിന് മുൻപ് വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ നല്ലൊരു റീഡിംഗ് കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ പ്രസൻറ്റ് അവസ്ഥ എന്താണോ അത് യൂണിവേഴ്സ് കാണിച്ചു തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾ വെറുതെ ഇരിക്കാതെ ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണേ. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഊർജ്ജം കിട്ടട്ടെ. നിങ്ങളുമായിട്ട് ഈ ഊർജ്ജം കണക്റ്റ് ആവട്ടെ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചാണ് നമ്മുടെ എനർജി ആയിട്ടൊന്ന് സിങ്ക് ആവട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുക. എന്തായാലും ടെൻഷൻ ആവണ്ട. അപ്പോൾ റീഡിംഗ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 6 of Wands ആണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി അടുത്ത കാർഡുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഈ കാർഡിൻ്റെ കൂടുതൽ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ എന്നാൽ അവരുടെ മനസ്സിലാകെ ഭയമാണ്. കാരണം ഒരു പക്ഷേ നമ്മൾ തുടക്കത്തിലെ തന്നെ പറഞ്ഞു ഇതൊരു പക്ഷേ നോ കോണ്ടാക്ട്സ് റിലേഷൻഷിപ്പോ മറ്റോ ആണെങ്കിൽ ഇതൊരു പക്ഷേ ദി മൂൺ എന്നാണ് വന്നിരിക്കുന്നത്. ദി മൂൺ എന്ന് പറയുന്നത് വളരെയധികം ടെൻഷനും ഒക്കെ മനസ്സിനുള്ളൊരു അവസ്ഥയാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ. നിങ്ങളോടൊപ്പം ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അതേ സമയം തന്നെ എന്തൊക്കെയോ കാര്യത്തിൽ അവർക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവരാകെ ടെൻഷനാണ്. കറക്റ്റായിട്ടൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഈ മുൻപ് വന്ന കാർഡുകളുടെ അർത്ഥങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് പോകെ പോകെ ഓരോ കാർഡുകൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ പിന്നിലുള്ള കാർഡുകളുടെയൊക്കെ കൂടുതൽ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകുക. ദി ടവർ എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. പക്ഷേ എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ സാധാരണ തിരിച്ചടിയല്ല. അവർ വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു വാക്കിലൂടെ ചതിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ചതിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതൊന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ആ തിരിച്ചടി. അതുകൊണ്ടാണ് അവർക്ക് ഈ മനസ്സിൽ വലിയൊരു കൺഫ്യൂഷൻ ഉള്ളത്. എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റാത്തത് അവർക്ക് വലിയൊരു വീഴ്ച പറ്റിയതുകൊണ്ടാണ്. എങ്കിൽ പോലും അവർ നിങ്ങളുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് എന്ന് പറയുന്നത് അവർ വല്ലാതെ നീതിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ വീഴ്ച പറ്റിയത് ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് ആണെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നാണ് അവർക്ക് ഈ വലിയ വീഴ്ച പറ്റിയതെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർക്കൊരു നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവരുമായിട്ട് ഈ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിരിക്കാം. അതൊരു പരിധി വരെ മാറിക്കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇത്രയും കാർഡുകൾ വായിച്ചതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതെ, അവർ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഇതൊരു പക്ഷേ നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു വീഴ്ചയാവാനാണ് ചാൻസ്. കാരണം ഇത് പേജ് ഓഫ് സോർട്സിൻ്റെയാണ്. വളരെയധികം ചിന്തിച്ചിട്ട് പുതിയൊരു തുടക്കത്തിന് ആഗ്രഹിക്കുന്നതാണ്. കാരണം ഈ ബന്ധത്തിൽ വളരെയധികം അവർ സന്തോഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ തിരിച്ചടികൾ എന്ന് പറഞ്ഞല്ലോ, ആ തിരിച്ചടികൾ അവരെ വല്ലാതെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുമായിട്ടൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ചിന്തിച്ച ശേഷം മാത്രമേ ആ ഒരു തുടക്കത്തിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതും അടുത്ത കാർഡും പേജ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ഉയർന്ന ഊർജ്ജത്തിൽ തന്നെ സ്നേഹബന്ധം കൊണ്ടുപോകാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ വളരെ ആഴത്തിൽ തന്നെ സ്നേഹിച്ചിരുന്നു. അവർ നിങ്ങളോടൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭൂരിഭാഗം സമയം ചെലവഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്.
അവർ നിങ്ങളോടൊപ്പം ഒരു മനോഹരമായിട്ടുള്ള ജീവിതം തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു കാമുകൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് മനോഹരമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കൊണ്ടുപോകാൻ, അതായത് പണ്ട് അവർക്ക് നേരിട്ട തിരിച്ചടികളൊന്നും വരാത്ത രീതിക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദ എംപറർ, അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ ചിന്തിക്കുന്നത് ഈ കാർഡിൻ്റെ ബാക്കി എന്ന രീതിയിൽ വളരെയധികം ചിന്തിച്ചാണ് അവർ ഈ ബന്ധത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു രാജാവെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? എന്തെങ്കിലും തൻ്റെ ഒരു പ്രശ്നം തൻ്റെ പ്രജകൾക്കോ രാജ്യത്തിനോ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഇരുത്തി ചിന്തിക്കും. ഓരോ പോയിന്റുകളും തിരിച്ചും മറച്ചും പലവട്ടം ചിന്തിച്ച ശേഷമായിരിക്കും രാജാവ് ഒരു തീരുമാനം എടുക്കുക. അതേ രീതിയിൽ തന്നെയാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ആഴത്തിൽ തന്നെ ചിന്തിച്ച ശേഷമാണ് ഒരു തീരുമാനം എടുക്കാൻ ചാൻസ് ഉള്ളത്. അത്രമേൽ ഈ ബന്ധത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കാത്തൊരു സംഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുമാവാം കേട്ടോ. കാരണം ഈ ലോകമെന്ന് പറയുന്നത് ഇന്ന് അങ്ങനെയാണ്. പലതും നമ്മൾ കേൾക്കുന്നതൊന്നും സത്യങ്ങളല്ല. ഒരു പക്ഷേ അവർ നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് ഉള്ളതെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ആ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതേസമയം തന്നെ വളരെയധികം ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഒരു തീരുമാനം എടുക്കുകയുള്ളൂ ഒരു വാശിയിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ഈ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ നിങ്ങളിന്ന് നേരിട്ടോ അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ള തിരിച്ചടിയാണ്. അത് ചിലപ്പോൾ വാക്കുകളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികളിലൂടെ ആയിരിക്കാം. ഇനി അതൊന്നുമല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് അവരുടെ അടുത്ത് തെറ്റായി പ്രചരിപ്പിച്ചതുമായിരിക്കാം. എന്തായാലും അവരുടെ മനസ്സിന് വല്ലാതെ മുറിവേറ്റിട്ടുണ്ട്. അവരിപ്പോൾ വല്ലാതെ കൺഫ്യൂഷനിലാണെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോയിരുന്നു. ലാസ്റ്റായിട്ട് കാണിച്ചിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് വാൻസ് ആണ്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ കാർഡിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്നോണം നിങ്ങളുമായിട്ട് മനോഹരമായിട്ട് തുടക്കം തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ഇത് നല്ലതായിട്ട് ചിന്തിച്ച് നിങ്ങളുമായിട്ട് നല്ലൊരു തുടക്കം തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നിരിക്കണം നിങ്ങൾ. അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളെ വിട്ടുപോകാൻ പറ്റാത്തത്. നിങ്ങൾ എന്താണെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. അതിനുശേഷം ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊന്ന് കറക്റ്റായിട്ട് അന്വേഷിക്കുക. ഫൈനലായിട്ട് വന്നിരിക്കുന്ന കാർഡ് ദ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമ്മൾ ഈ ബന്ധം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നടന്നു ആ ഒരു കാർഡിനോട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം. ആ ബന്ധം വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് പര്യവസാനിക്കാൻ പോകുന്നത്. ദ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ ബന്ധം വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷെ മനോഹരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിക്ക് അവർ നിൽക്കുന്നത് വളരെയധികം രാജാവിൻ്റെ ചിന്തകളുമായിട്ടാണ്. വളരെ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അവരൊരു നീതി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിന് കൺഫ്യൂഷൻ ഉണ്ട്. തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെയും അവസാനിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനിടയിൽ വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിങ്ങളും അവരും കൂടെയാണ്. എന്തായാലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അവരുമായിട്ട് നല്ല രീതിക്ക് തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഒരുപക്ഷെ ഇത്രയും ദിവസം വിളിക്കാതിരുന്നതിൻ്റെ ദേഷ്യവും വെറുപ്പും ഒക്കെ അവർക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. അതൊക്കെ തന്നെ പുറമേ ഉള്ളതാണ് ഈ വെറുപ്പും ദേഷ്യവും. അകമേ നിങ്ങൾക്ക് നിറഞ്ഞ സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളിന്നൊരു തെറ്റ് പറ്റിയതാണ് എങ്കിൽ ആ തെറ്റിന് നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുക. അവരുമായിട്ട് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. കാരണം ആ വ്യക്തി അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടിട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ യൂണിവേഴ്സുമായിട്ട് ക്ലൈം ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ നേരുന്നു. അതേ രീതിയിൽ തന്നെ മനോഹരമായിട്ടുള്ളൊരു ജീവിതവും നേരുന്നു. സൈനിങ് ഔട്ട് ബൈ രബിൻ കരാജ്.